പക്ഷെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോഴും നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ ഈ VVIP സംസ്കാരം ചിലയിടങ്ങളിലൊക്കെ നിലനിർത്തുന്നു, അല്ലെങ്കിൽ ചില രാഷ്ട്രീയക്കാരുടെ ഇടപെടൽ കൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വാർത്തകളായി പുറത്തു വരുന്നത്. ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിൽ വലഞ്ഞിരിക്കുകയാണ് ഭക്തർ എന്നുള്ള വാർത്തയാണ് തൃശ്ശൂരിൽ നിന്ന് വരുന്നത്. അനാവശ്യ സുരക്ഷാ നടപടികളെ തുടർന്ന് നിരവധി ഭക്തർക്ക് തൊഴാൻ കഴിഞ്ഞില്ല. രാത്രി മുതൽ ക്യൂ നിന്ന നിരവധി ഭക്തർ ദർശനം നടത്താതെ മടങ്ങി. മുഖ്യമന്ത്രിയുടെ ഈ ദർശനം പ്രമാണിച്ച് ജനറൽ പാസുകൾ പോലും ഒഴിവാക്കിയിരുന്നു എന്നുള്ളതാണ് തൃശ്ശൂരിൽ നിന്ന് അല്ലെങ്കിൽ ഗുരുവായൂരിൽ നിന്ന് നമുക്ക് വരുന്ന വാർത്ത. അതിൻ്റെ ഒരു പ്രതികരണം ആദ്യം നോക്കാം. ഇന്ന് രാവിലെ 7:30 വരെ നിന്നിട്ടും ദർശനം കിട്ടിയില്ല എന്നുള്ള കാര്യം സത്യമാണ്. അവിടെ വെറും VIP വിളയാട്ടമാണ്. ഒരു VIP വിളയാട്ടം ഉണ്ടെങ്കിൽ ഒരു ബോർഡ് വെക്കായിരുന്നു, VIP മാത്രം വന്നാൽ മതിയെന്ന്, അല്ലെങ്കിൽ ഒരു അനൗൺസ് ചെയ്യായിരുന്നു. അവരൊന്നും ചെയ്തില്ല. നമ്മളെ പബ്ലിക്കിനെ വിഡ്ഢികളാക്കിയിട്ട് VIP വിളയാട്ടം നടക്കണം അവിടെ. രാത്രി 11 മണി തൊട്ട് ഞങ്ങൾ ആ ക്യൂവിൽ നിൽക്കാൻ തുടങ്ങിയിട്ട് രാവിലെ 7:20 വരെ ഞങ്ങൾക്കൊരു ദർശനം കിട്ടിയില്ല എന്നുള്ളതാണ്. എത്ര ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണ് ആളുകൾ നിൽക്കുന്നത്. ഒരാൾ പോലും അവിടെ പ്രതികരിക്കുന്നില്ല. VIP വരുമ്പോൾ അവിടെ നേരത്തെ കൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ നമ്മൾ സാധാരണക്കാർ പോവില്ലല്ലോ. എത്ര സീനിയർ സിറ്റിസൺ എല്ലാവരും അമ്പലത്തിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ കുട്ടികൾ എല്ലാം എടുത്ത് കുടുങ്ങി നിൽക്കുകയാണ്. ഈ മണിക്കൂർ കണക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവിടെ അവർ പോകുന്നവരെ ആളുകൾക്ക് തൊഴുകാൻ പറ്റാത്തത് കൊണ്ട് അത്രയും തിരക്കിൽ. സാനു കെ സജീവ് ഉണ്ട് തൃശ്ശൂരിൽ നിന്ന്. സാനു, നമ്മൾ പലവട്ടവും ഇത്തരം വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നതിന് മുൻപ് വരെ VD സതീശൻ പറഞ്ഞ പല കാര്യങ്ങളുമുണ്ട്. അല്ലെങ്കിൽ VIP കൾച്ചർ ഒഴിവാക്കും, അതോടൊപ്പം തന്നെ തൻ്റെ എസ്കോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു, അനാവശ്യമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കില്ല തുടങ്ങിയിട്ടുള്ള വലിയ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുമൊക്കെ നടത്തിയാണ് സതീശൻ അധികാരത്തിലേറുന്നത്. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ അങ്ങനെയല്ല സാഹചര്യം എന്ന് തന്നെയല്ലേ മനസ്സിലാക്കുന്നത്. ഇവരാരാണ് ഈ ഭക്തരെയൊക്കെ തടഞ്ഞ് അവിടെ സാധാരണഗതിയിൽ എത്തേണ്ട ജനറൽ പാസുകൾ പോലും തടഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ സന്ദർശനം നടത്താനും അവിടുത്തെ ഭക്തരെ ബുദ്ധിമുട്ടിക്കാനും? സാനു, നമ്മുടെ നാടൻ ഭാഷയിലെ പഴഞ്ചൊല്ലുണ്ട്, പാടം കടക്കുമ്പോഴും രാമരാമ, അത് കടന്നതിന് ശേഷം മറ്റൊരു ഭാഗം പറയുന്ന രീതി. അതേ രീതി തന്നെയാണ് ഒരുപക്ഷെ ഇപ്പൊ VD സതീശൻ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത് വേണം നമുക്ക് പറയാൻ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ. ഇത് റവന്യൂ മന്ത്രി AP അനിൽകുമാറിന്റെ മകൻ AP അർജുനന്റെ വിവാഹമായിരുന്നു ഗുരുവായൂരിൽ. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മന്ത്രിമാർ, അതായത് സംസ്ഥാന മന്ത്രിസഭയിലെ ഒട്ടുമിക്ക മന്ത്രിമാരും അവിടെ നിന്നും മുഖ്യമന്ത്രി അടക്കം എത്തിയിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രിക്ക് രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തണമെന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇന്നലെ വൈകുന്നേരം മുതൽ ആ ക്ഷേത്ര കോമ്പൗണ്ടില് ഈ ഒരു രാവിലെ നിർമ്മാല്യ ദർശനത്തിന് വന്നിരുന്ന കാത്തിരുന്ന ഭക്തരെ പോലും അകത്തേക്ക് കടത്തിവിടാതെ കൊണ്ടൊരു നിയന്ത്രണം ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന്, ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ഗുരുവായൂർ ദേവസ്വത്തെ കുറിച്ച് പറയുമ്പോൾ അത് പ്രത്യേക ഒരു രാജ്യവും ആ രാജ്യത്തെ ഒരു കേന്ദ്രവുമായിട്ടാണ് അവിടുത്തെ ദേവസ്വം ഉദ്യോഗസ്ഥർ ഈ ക്ഷേത്രത്തെയും ഈ ക്ഷേത്ര സംവിധാനങ്ങളെയൊക്കെ കാണുന്നത്. കാരണം ഈ കാര്യങ്ങൾ ചോദ്യം ചെയ്താൽ ഭക്തരെ പോലും കയ്യേറ്റം ചെയ്യുന്ന നിലയിലേക്ക് മാറിയ വാർത്തകളൊക്കെ നമ്മൾ പലകുറി റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിന് സമാനമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. VD സതീശന്റെ ക്ഷേത്ര ദർശനം, മുഖ്യമന്ത്രി VD സതീശന്റെ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ നിയന്ത്രണം ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തി. ക്യൂ കോംപ്ലക്സിലടക്കം ഇന്നലെ വൈകിട്ട് തൊട്ട് കാത്തിരുന്ന ഭക്തരെ കടത്തിവിടാത്ത ഉള്ളൊരു ദർശന സൗകര്യമാണ് ഒരുക്കിയത്. ഇത് വലിയ വിമർശനങ്ങൾക്കും അതേപോലെ തന്നെ വലിയ ആക്ഷേപങ്ങൾക്കുമാണ് വഴിതെളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദർശനം പ്രമാണിച്ചുകൊണ്ട് ജനറൽ പാസ് പോലും ഒഴിവാക്കി എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഗൗരവകരമായിട്ടുള്ള സംഭവം. കാരണം രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രി അടക്കം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുള്ളതാണ്. അവർ ഈ പറയുന്ന VVIPകൾ അവിടേക്ക് എത്തുന്നതിന് മുൻപ് മാത്രമാണ് നിയന്ത്രണങ്ങൾ ആ കാലത്ത് ആ സമയങ്ങളിൽ അവിടെ ഏർപ്പെടുത്താറുള്ളത്. ആ VVIP എത്തുന്നതിന് മണിക്കൂറുകൾ മുമ്പ് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തുമെങ്കിൽ അങ്ങനെയല്ലായിരുന്നു ഇന്ന് സംഭവിച്ചത്. VD സതീശൻ, മുഖ്യമന്ത്രി VD സതീശന്റെ ദർശനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാലം കൂട്ടി തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തി പല ഭക്തർക്കും ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ സാധിക്കാതെ തിരിച്ചു മടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ സാനു.